ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 48,600 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 150 ക്വാണ്ടിറ്റി. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ 940 ക്യാൻഡിൽ. 940 ക്യാൻഡിലിൽ നമ്മളെ ഫിബോയെ പ്ലോട്ട് ചെയ്തു. നമ്മുടെ ലൈനെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നുണ്ടോ. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. നമ്മളുടെ ലൈനെ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്തതാ. ഇതാണ് നമ്മളുടെ 0.6 ലെവലിൽ ഫിബോയുടെ ലൈൻ. ഓക്കെ, ഞാൻ ഒന്ന് കളഞ്ഞ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിബോയുടെ ലൈൻ. ഈ ലൈനിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്റർ ആയത്. ജസ്റ്റ് ഇപ്പോൾ ഒരു നല്ലൊരു ലോസ് കാണിക്കുന്നുണ്ട്. 2000 പ്ലസ് ഒരു 3000 എബോവ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വയ്ക്കണോ? ഓക്കെ, 2800 ട്രേഡ് എടുത്തപ്പോൾ തന്നെ നമുക്ക് എഗ്നിസ്റ്റായിട്ടാണ് ട്രേഡേഴ്സ് മാർക്കറ്റ് പോയത്. അപ്പോൾ നമുക്ക് ഓക്കെ താഴത്തോട്ട് വരുന്നുണ്ട് മാർക്കറ്റ്. ഏതായാലും അവിടുന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഏതായാലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു താഴത്തോട്ട്. ഓക്കെ, നമ്മുടെ ലൈനിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് വരുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി അവിടുന്ന് റിവേഴ്സലോ വല്ലതും ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വച്ചേക്കാം. ഓക്കെ, അഗെയിൻ നമ്മൾ ബാക്ക് ടു ഗ്രീൻ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് നമ്മുടെ എൻട്രി കിട്ടിയത്. ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും. ഇത് സ്പോട്ടിൻ്റെ ചാർട്ടിലാണ് കേട്ടോ പറയുന്നത്. ഓപ്ഷൻസിൻ്റെ ചാർട്ടിലാണെങ്കിൽ 50 പോയിൻറ്റ്സ്, ഇതിൻ്റെ പകുതി എന്ന് ഓർത്താൽ മതി. 50 പോയിൻറ്റ്സും 38 പോയിൻറ്റ്സും ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വരുന്നത്. ഏതായാലും നമ്മളുടെ അഗെയിൻ ബാക്ക് ടു കോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമായിരുന്നല്ലേ. കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, പോട്ടെ. വേണ്ട, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഓക്കെ, അഗെയിൻ ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നപ്പോൾ തന്നെ മാർക്കറ്റ് ഡൗൺഫോൾ ചെയ്ത്. ഓക്കെ, ഫൈൻ, 3000. ഓക്കെ, നമുക്ക് 522 ട്രേഡേഴ്സ് നമുക്ക് എൻട്രി കിട്ടിയത്. ഇപ്പോൾ 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. പെട്ടെന്നൊരു സ്പൈക്ക് വന്നാൽ നമ്മളെ ബുക്ക് ചെയ്യാതിരിക്കേണ്ട. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാൻ ട്രേഡേഴ്സ് 522 നമുക്ക് എൻട്രി കിട്ടിയത്. 572 നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 5000 എബവ് പ്രോഫിറ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വെച്ചേക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 2000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. അപ്പം മേഡം ഫോൺ ഇവിടുന്ന് ഒരു താഴത്തോട്ടും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പോലെ കാണിക്കുന്നത്. ഇപ്പോൾ പ്രീവിയസ് ഡേ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 4000 പ്ലസ് 5000. ഓക്കെ, ഇനിയിപ്പോൾ കുഴപ്പമില്ല ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേഡിൽ ലോസ് ഇല്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കും. ഒരു 3 or 4 പോയിൻറ്റ്സ് പ്ലസ് ചെയ്ത്. അപ്പോൾ 522 ഒരു 525 26 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രെയിൽ ചെയ്ത് ഗ്രീനിൽ തന്നെ നമുക്കിപ്പോൾ ഏതായാലും ഇറങ്ങാൻ പറ്റും. ഏതായാലും കാര്യമായി. ഈ വീക്ക് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ഇത് ലോസ് ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അറിയില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റാണ്. ചിലപ്പം നമ്മളുടെ കോസ്റ്റിൽ നിന്നും ഒരു 3 പോയിൻറ്റ് 2 പോയിൻറ്റിൽ നിന്നൊക്കെ റിവേഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിച്ച ചരിത്രമുണ്ട്. അപ്പോൾ ഇത് ഈ വീക്ക് ഇന്നിപ്പം ഫ്രൈഡേ പ്രോഫിറ്റ് അടിക്കാൻ സാധിച്ചാൽ ഈ വീക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രീനിലാണ്. നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു വീക്കായിരിക്കും. ഓക്കെ ട്രേഡേഴ്സ്, നമ്മൾ ഏകദേശം നമ്മളുടെ ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മൾ 7500 പ്രോഫിറ്റ് ഓവറോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട്. അവർക്കറിയാൻ വേണ്ടി നമ്മളുടെ ഇതാണ് നമ്മളുടെ സ്ട്രാറ്റജി. ഇതാണ് 940 ക്യാൻഡിൽ. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. 940 ക്യാൻഡിൽ. ഈ 940 ക്യാൻഡിൽ നമ്മൾ ഫിബോയെ ഡ്രോ ചെയ്യുന്നു. ഫിബോ എങ്ങനെയൊക്കെ ഡ്രോ ചെയ്യണം എന്നൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫിബോയെ ഡ്രോ ചെയ്യുന്നു. അതിൻ്റെ 0.6% നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് ഫിബോ.
ഇനി ഫിബോയിൽ പല ലെവൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. 0.38, 0.5, 0.68. ഈ 0.68 എന്ന് പറഞ്ഞ ലെവലിലാണ് നമ്മളുടെ ലൈനിനെ ഡ്രോ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫിബോയെ പറ്റി വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ താഴത്തോട്ട് നോക്കിയാൽ മതി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫിബോയെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, ആ ഫിബോയെ യൂസ് ചെയ്യണം. ഫിബോ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂൾസാണ്. ഓക്കെ, നമുക്ക് ഇതിനെ ഒന്ന് കളയാം. ഇതിനെ കളഞ്ഞ് ഒന്ന് ഈ ഒരു എവിടെയായിരുന്നു ലൈൻ മറന്നുപോയല്ലോ, ഈ ഒരു ഏരിയയിലായിരുന്നു. നോക്കട്ടെ, ഇതാണ് നമ്മളുടെ 940 ക്യാൻഡിൽ. അല്ല, അതിൻ്റെ താഴത്തായിരുന്നു അല്ലേ. ഓക്കെ, 940 ക്യാൻഡിൽ അതിൻ്റെ താഴത്ത് നമ്മുടെ ലൈനിനെ എടുത്ത് വരച്ചാൽ ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ വന്ന് മാർക്കറ്റ് ഫിബോയെ കളഞ്ഞേക്കാം. ഓക്കെ, ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആയിട്ട് വയ്ക്കുക. അപ്പോൾ അതെ, ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയി. ഇനി എന്തുകൊണ്ട് താഴത്തോട്ട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബയേഴ്സ് അവൈലബിൾ ആയിരുന്നു. ഇന്നലെ മാർക്കറ്റ് ഇവിടുന്ന് മേളിലേക്ക് പോയപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസസ് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും താഴത്തോട്ട് വരുമ്പോൾ അവർ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തപ്പോൾ അവിടുത്തെ സെല്ലേഴ്സ് മിക്കവാറും എല്ലാവരും എക്സിറ്റ് ചെയ്ത് കാണും. മനസ്സിലായി. പിന്നെ ഇവിടെ കുറേ പേര് സെല്ല് ചെയ്ത് കാണും ഈ ഏരിയയിൽ. അവിടെയും മാർക്കറ്റ് മേളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്തപ്പോൾ അവിടുത്തെ സെല്ലേഴ്സും പോയി കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ പുതിയതായിട്ട് വന്ന സെല്ലേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പ്രോഫിറ്റബിളും ആവുന്നുണ്ട്. താഴത്തെ ബയേഴ്സിനെ മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ കളയാൻ, അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ മാർക്കറ്റിലേക്ക് താഴത്തേക്ക് വരും എന്നാണ് എൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡൗൺ സൈഡ് ട്രേഡ് കൺഫേം ചെയ്തതും ട്രേഡ് എടുക്കാനുള്ളൊരു കാര്യം. അതിപ്പം വളരെ കാര്യമായിട്ട്, അല്ലെങ്കിൽ എന്നാൽ വളരെ താഴെ വരെ നമ്മൾ വെയിറ്റും ചെയ്തില്ല. നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു 1:2 എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഒരു 78 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് നമ്മൾ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റുമാണ് നമ്മൾ വെച്ചത്. നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത്. 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ്. ഇതാണ് ഞാൻ യൂഷ്വലി കീപ്പ് ചെയ്യാറുള്ള എൻ്റെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മളുടെ 945 നമ്മളുടെ ട്രെയിനിൽ എൻ്റർ ആയി. 949 നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തു. ഓവറോൾ ഒരു 7500 പ്രോഫിറ്റ്. ഇങ്ങനെ ഏതൊരു ബിസിനസ് ഉണ്ട് ട്രേഡേഴ്സ്, നമുക്ക് ഇത്രയും ഒരു 4 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇന്നത്തെ ജോലി കഴിഞ്ഞു. മനസ്സിലായോ? വളരെ സിമ്പിൾ. അപ്പോൾ ഇത് ഏത് ജോലിക്ക് കിട്ടും. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ 7500 റുപ്പീസ് നമ്മളിന്ന് അച്ചീവ് ചെയ്തിരിക്കുകയായിരുന്നു ട്രേഡേഴ്സ്. അപ്പോൾ ഞാൻ പറയുന്നത് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബിസിനസ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടലും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്. ഇപ്പം എത്ര 9:54 നമ്മളുടെ ജോലി കഴിഞ്ഞു. ഇനി നമ്മൾ ടോട്ടലി ഫ്രീ ആണ്. സോ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ ഒരു റിട്ടേൺ തരുന്ന ഒരു ബിസിനസ് അല്ലേ. നമ്മൾ നോക്കി കൈകാര്യം ചെയ്യുക, നോക്കി പ്ലേ ചെയ്യുക, നമ്മളുടെ റിസ്കിനെ നമ്മളുടെ ലിമിറ്റിൽ നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ട്രേഡിൽ നമ്മൾ